നിങ്ങൾ കേൾക്കൂ. അലി റളിയല്ലാഹുവിനോട് വന്ന് സ്പെഷ്യലായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ട്, എല്ലാവരും അടുത്തുള്ള തന്നെ. എൻ്റെ അടുത്തൊരു ചെറിയ വീടുണ്ട്, അത് കാര്യമായിട്ട് കുറെ കൂടുതലൊന്നുമില്ല, ഒരു 3-4 വിഷയമുള്ളൂ. അതിലൊരു വിഷയം എന്താണ്? മൻ അഹ്ദസ. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അള്ളാഹ് കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റി പറഞ്ഞാൽ, 4 മദ്ഹബിനെതിരെ പറഞ്ഞാലും, വിശ്വാസത്തിനെതിരെ പറഞ്ഞാലും പുത്തൻവാദിയായി. അങ്ങനെ ഒരു പുത്തൻവാദിയായാൽ, മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ബുഖാരിയിലെ ഹദീസാണ്. ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിസ്കാരവും നോമ്പുമൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹ് ഖബൂൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുവോ. മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദി ഇല്ലാതെ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യത്തിൽ പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, അതേ മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക, മലക്കുകളെ ശാപമുണ്ട്. മരിക്കുമെന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് മലക്കുൽ മൗത്താണ് കേട്ടോ. ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, ഒരു സംഘടനയുടെയും നേതാക്കളല്ല, നമ്മളെ സംഘടനയുടെ നേതാക്കളുമല്ല, വേറെ സംഘടനയുടെ നേതാക്കളുമല്ല. നിങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരുണ്ടാകാം, നിങ്ങൾ വോട്ട് ചെയ്ത ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, മലക്കാണ് കേട്ടോ. ആ മലക്കുകളുടെ ലയനത്ത്, മലക്കുകളുടെ ശാപമുണ്ട്. ആർക്ക്? പുത്തനാശയക്കാർക്കുണ്ട്. പുത്തനാശയക്കാരായ ആളുകൾക്ക് ഇടം നൽകുന്നവർക്കും അല്ലാഹുവിന്റെ ലയനത്തുണ്ട്, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരുടെയും സർവ ജനങ്ങളുടെയും അഥവാ സർവ മഹത്വമുള്ള ജനങ്ങളുടെയും ലഅനത്ത്, അതേ ശാപം പുത്തനാശയക്കാർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ, അവരുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഓ തബ്ലീഗുകാരാ, സുബഹിന്റെ ജമാഅത്തിന് പോകുന്ന ഓ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അറിവില്ലാതെ പെട്ടുപോയ, മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണതെന്നറിയാതെ പെട്ടുപോയ സാധാരണക്കാരാ, നിങ്ങളല്ല, നിങ്ങൾ രോഗം ബാധിച്ചവരാണ്. രോഗം ഇവിടെ വിതരണം ചെയ്യുന്ന രോഗാണുക്കൾ ഈ മൗലവിമാരാണ്. അവരാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് അതാ കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞത്, അവരാണ് ശരീഅത്തിനെതിരെ പറഞ്ഞത്, അവരാണ് നബി തങ്ങൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞത്. മുജാഹിദിലും ജമാഅത്തിലുമൊക്കെ പെട്ടുപോയവർ സാധാരണക്കാർ, വിവരമില്ലാത്തവരാണ്. അത്തരം സാധാരണക്കാർ നിറഞ്ഞു നിന്നൊരു നാടായിരുന്നു കുറ്റ്യാടിയും പരിസരങ്ങളും, 11 പ്രദേശങ്ങൾ. അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധാശയം എന്താണെന്നും ഓരോന്നും വരച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അൽഹംദുലില്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസഹാജി മരിക്കുമ്പോ സിറാജുൽ ഹുദയുടെ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറെ അനാവശ്യ വെല്ലുവിളിയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ പറയട്ടെ, പുത്തനാശയത്തിൽ പെട്ടുപോയാൽ അവരോട് പറയുന്നു, നിങ്ങൾ ആ പുത്തനാശയത്തിൽ നിന്ന് പിന്മാറിക്കോളൂ. സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിലേക്ക് തിരിച്ചു വന്നോളൂ. അവിടെ വരാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലല്ലോ. നിങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുറത്തുള്ളവന് ഇടം നൽകുന്നവനും ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ,
അവന്റെ ഒരു ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സകാത്ത് സ്വീകരിക്കണോ, റിലീഫ് സ്വീകരിക്കണോ, നിങ്ങൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന റാലി സ്വീകരിക്കണോ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അല്ല സ്വീകരിക്കണോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോളണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കിടം നൽകിയാൽ അല്ലാഹു ഒരമലും സ്വീകരിക്കൂല. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് ഒരു ഇമാമിനും തർക്കമില്ലാതെ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സർവ്വ സഹാബികളും സുന്നിയല്ലാത്തവരുമായി മാറി നിൽക്കണം, അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കേട്ടോ. ഇത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ആശയത്തിൽ ഞങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഈ ആശയത്തിൽ, നബിതങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ, ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആ